ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷിഫു പ്രവീൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോസ് പഞ്ച് 3 സ്റ്റെപ്പിലൂടെ എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജാബ് പഞ്ച് ചെയ്തതുപോലെ തന്നെയുള്ള സ്റ്റെപ്സ് ആണ് ഇതിലും വരുന്നത്. നമ്മുടെ ബോഡിയുടെ റൊട്ടേഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ക്രോസ് പഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുക. ഗാർഡ് പൊസിഷനിൽ നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ 2 സൈഡിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 2 സൈഡിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ബോഡി ഫുള്ളി ടേൺഡ് ആയിരിക്കണം. നിങ്ങളുടെ ബോഡി ഫേസ് ചെയ്യേണ്ടത് ഈ ഡയറക്ഷനിലേക്കായിരിക്കണം. നിങ്ങളുടെ ഹെഡിന്റെ പൊസിഷൻ സ്ട്രെയിറ്റും ആയിരിക്കണം. കൈകൾ 2 സൈഡിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ പുൾ ബാക്ക് ചെയ്യുക. അഗെയിൻ ദ സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അഗെയിൻ പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിപ്പ് ടോട്ടലി ടേൺ ആകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അഗെയിൻ ചെയ്യുക. 1 പുൾ ബാക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിപ്പ് റൊട്ടേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ലെഗ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈസിലി ടേൺ ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കുക. ലെഗ് സെയിം പൊസിഷനിൽ തന്നെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. സോ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടോ കൂടി ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബോഡി ടേൺ ചെയ്യുക. കൈകൾ 2 സൈഡിലേക്കായിട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈകൾ 2 സൈഡിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വീണ്ടും പുൾ ബാക്ക് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പുൾ ബാക്ക് ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ടിലേക്ക് പോയ കൈ മാത്രം നിവർത്തുന്നു. പുറകിലേക്ക് പോയ കൈ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫേസിൽ ഹോൾഡ് ചെയ്യുന്നു. ഫേസിന്റെ പൊസിഷൻ സ്ട്രെയിറ്റ് തന്നെ ആയി കീപ്പ് ചെയ്യുന്നു. ഫ്രണ്ടിലേക്ക് പോയ ഹാൻഡ് മാത്രം നിവർത്തുന്നു. അഗെയിൻ പുൾ ബാക്ക് ചെയ്യുന്നു. അഗെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബാക്ക്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രണ്ടിലേക്ക് നിവർത്തിയ കൈയുടെ ഫിംഗേഴ്സ് മടക്കി ഫിസ്റ്റ് ആക്കി പിടിക്കുക. അപ്പോൾ അതൊരു ആക്ച്വൽ പഞ്ചായി, അതൊരു ക്രോസ് പഞ്ചായിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, ഈ ചെയ്ത കൈ എന്ത് ചെയ്യുക? ഫിസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക. ദെൻ പുൾ ബാക്ക്. 1 ബാക്ക്, 2 ബാക്ക്, 3 ബാക്ക്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് 3 സ്റ്റെപ്പിലൂടെ, സിമ്പിൾ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രോസ് പഞ്ച് മാക്സിമം റീച്ചിലും മാക്സിമം പവറിലും മാക്സിമം ടേണിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ജാബ് പഞ്ചിനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നു എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ആ പഞ്ചിൽ വരുന്നുള്ളൂ. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ജാബും ക്രോസും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും.